മഴ കനക്കുന്നതിനിടെ പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലെ വിവിധ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ്, ഏതാണ്ട് വടക്കൻ ജില്ലകളിൽ മുഴുവൻ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സമയമാണ്, മണിക്കൂറുകളാണിത്. ശക്തമായ കാറ്റും മഴയ്ക്കുമുള്ള മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. നദീതീരങ്ങളിൽ കഴിയുന്നവർക്ക് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്? ജി കെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ, റെഡ് അലേർട്ടിന് സമാനമായ മഴ വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിൽ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ അത് ഇന്നലെ മുതലൊക്കെ പെയ്യുന്ന മഴ അതിപ്പോഴും തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാവിലെ വരെ മഴയുണ്ടായിരുന്നു. അല്പം മുമ്പ് മാത്രമാണ് ആ മഴ ഒന്ന് മാറി അല്പം തെളിഞ്ഞ ആകാശം വരുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ നദികളിലേക്കുള്ള ഈ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, കാസർഗോഡ് ജില്ലയിലെ കരിയങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പത്തനംതിട്ട അച്ചൻകോവിൽ കോന്നി GD സ്റ്റേഷനിലാണ് ഈ മഞ്ഞ അലേർട്ട് നൽകിയിരിക്കുന്നത്. കാസർഗോഡ് കരിയങ്കോട് ഭീമനദി സ്റ്റേഷൻ, നീലേശ്വരത്ത് ചൊയ്യോം റിവർ സ്റ്റേഷൻ, മൊഗ്രാലിൽ മഥൂർ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവിധ ഡാമുകൾ തുറക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ അല്പസമയത്തിനകം വീണ്ടും ഉയർത്തും. നേരത്തെ തന്നെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. നെയ്യാറിന് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ജാഗ്രത അടുത്ത മണിക്കൂറുകളിലും തുടരേണ്ടതുണ്ട്. അത് മലയോര മേഖലയിലും തീരമേഖലയിലും സമാനമായ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. തീരത്താകട്ടെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും 4.1 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ അത്തരത്തിൽ തീരമേഖലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കടലേറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ മറ്റു ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജി കെ ശരി, നമ്മളോട് വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നാണ്.